ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ചാനലായ വിനീസ് എഡ്യൂക്കേലോട്ട് സ്വാഗതം. ഞാൻ മർച്ചൻ്റ് ഓഫ് വെനീസിൻ്റെ നെക്സ്റ്റ് സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ ലോറൻസോ ആൻഡ് ജെസിക്കയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അവർ രണ്ടുപേരും പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫ്രണ്ട്ലി തർക്കമാണ്. അപ്പോൾ ജെസിക്ക ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന പോലെ ലോറൻസോയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പം ജെസിക്ക പറയും, എനിക്ക് നിന്നെ തോൽപ്പിക്കാനൊക്കെ പറ്റും, എന്നാലും ഇപ്പോൾ ആരോ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം ഇവിടെ നിർത്തുന്നു, നമുക്കിത് പിന്നീട് ഒരു ദിവസം ക്യാരി ഫോർവേഡ് ചെയ്യാം എന്ന് പറയും. അങ്ങനെയാണ് സ്റ്റെഫാനോ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെഫാനോയെ കാണുന്നില്ല, ലോറൻസോ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, ആരോ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ലോറൻസോ ചോദിക്കും, ആരാണ് അവിടെ ഈ രാത്രിയുടെ സൈലൻസിൽ ആരാണ് ഇത്ര ധൃതി വെച്ച് നടന്നു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫാനോ പറയും, ഞാൻ ഒരു കൂട്ടുകാരനാണേ. ലോറൻസോ ചോദിക്കും, കൂട്ടുകാരൻ്റെ പേരില്ലേ, പേര് പറയൂ എന്ന് പറയുമ്പോൾ സ്റ്റെഫാനോ ആണെന്ന് എൻ്റെ പേര്, ഞാൻ ഒരു മെസ്സേജുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് സ്റ്റെഫാനോ പറയും. മെസ്സേജ് എന്താണ്? എൻ്റെ മിസ്ട്രസ് പുലർച്ചെ ആവുന്നതിന് മുമ്പ് തന്നെ ബെൽമോണ്ടിൽ എത്തും. ഇപ്പോൾ ആൾ പല സ്ഥലങ്ങളിലും പള്ളികളിൽ കയറിയിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്, ആൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവാൻ. പുലർച്ചയ്ക്ക് മുമ്പായിട്ട് ആൾ തിരിച്ചെത്തും. ലോറൻസോ പറയും, ആരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കും. സ്റ്റെഫാനോ പറയും, വേറെ ആരുമില്ല, ആളുടെ ഫ്രണ്ടായ നെറീസ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. ലോറൻസോ ഇത് കേൾക്കുമ്പോൾ പറയും, കേട്ടില്ലേ ജെസിക്ക, നമുക്കൊരു കാര്യം ചെയ്യാം, ആളുടെ വെൽക്കത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻസ് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വേറൊരാളുടെ എൻട്രി. അതാണ് ലോൺസ്ലോട്ട്. ലോൺസ്ലോട്ട് നമുക്കറിയാം, ഒരു കോമിക് ക്യാരക്ടറാണ്. അപ്പം ഹലോ ഹലോ, ഇവിടെ ആരും ഇല്ലേ, ആൾക്കാരെ ആരും കാണാനില്ലല്ലോ, ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ടാണ് ആൾ കയറി വരുന്നത്. ലോറൻസോ ചോദിക്കും, ഇത് ആരെയും വിളിച്ച് പോകുന്നതെന്ന് ചോദിക്കുന്നു. ലോൺസ്ലോട്ട് പറയും, ഹലോ, എൻ്റെ മാസ്റ്റർ ലോറൻസോനെ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഹലോ മാസ്റ്റർ ലോറൻസോ എന്ന് വിളിച്ച് വരുമ്പോൾ ലോറൻസോ പറയും, ഒന്നും ഉച്ചയിടാണ്ടിരിക്കുമോ, ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ലോൺസ്ലോട്ട് പിന്നെ ചെയ്യും, ഹലോ ഹലോ, എവിടെയാണുള്ളത്? അപ്പോൾ ലോറൻസോ പറയും, ഇവിടെ ഉണ്ട്, കാര്യം പറയൂ. ലോൺസ്ലോട്ട് പറയും, ഞാനൊരു മെസ്സേജും കൊണ്ട് വന്നതാണ്, ഒരു ഗുഡ് ന്യൂസാണ്. എൻ്റെ മാസ്റ്റർ പുലർച്ചെ ആകുമ്പോഴത്തേനും, അതായത് പുലർച്ചയ്ക്ക് മുമ്പല്ല, മോർണിംഗ് നേരം വെളുത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ എത്തും എന്ന് പറയും. അപ്പോൾ ലോറൻസോ പറയും, സ്വീറ്റ് സോ ലെറ്റ്സ് ഇൻ ആൻഡ് ദർ എക്സ്പെക്ട് ദർ കമ്മിങ്. അതായത് നമുക്ക് പെട്ടെന്ന് ഉള്ളിലോട്ട് പോകാം ജെസിക്ക, കേട്ടില്ലേ അവർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, എന്തിനു നമ്മൾ ഉള്ളിലോട്ട് പോകണം? വൈ ഷുഡ് ബി ഗോ ഇൻ? മൈ ഫ്രണ്ട് സ്റ്റെഫാനോ സിഗ്നിഫൈ ഐ പ്രേ യു വിതിൻ ദി ഹൗസ് യുവർ മിസ്ട്രസ് ഇസ് അറ്റ് ഹാൻഡ്. സ്റ്റെഫാനോ ഒരു കാര്യം ചെയ്യൂ, കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരോട് പറയൂ മിസ്ട്രസ് എത്താറായിട്ടുണ്ടെന്ന്. എന്നിട്ട് വിവരം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ എടുത്തുകൊണ്ട് പുറത്ത് വരൂ. എന്നിട്ട് ഇവിടെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് പോലെ പാട്ട് പാടാനോ അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനോ തുടങ്ങൂ എന്ന് പറയും. എന്നിട്ട് ഹൗ സ്വീറ്റ് ദ മൂൺലൈറ്റ് സ്ലീപ്സ് അപ്പോൺ ദിസ് ബാങ്ക്, ഹിയർ വി വിൽ സിറ്റ് ആൻഡ് ലെറ്റ് ദ സൗണ്ട്സ് ഓഫ് മ്യൂസിക് ക്രീപ്പ് ഇൻ അവർ ഇയേഴ്സ് സോഫ്റ്റ്. ഈ ഒരു പാരഗ്രാഫിൽ മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് സംസാരം ഉണ്ടാകുന്നത്. ഇതിനകത്ത് സംസാരിച്ച് വരുമ്പോൾ ജെസിക്ക പറയും, എനിക്ക് മ്യൂസിക് എന്ന് പറയുന്ന സാധനം ഇഷ്ടമേ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലോറൻസോ പറയാണ്, നമുക്ക് ഇവിടെ ഇരുന്ന് ഈ മൂൺ ലൈറ്റിൽ ഈ മ്യൂസിക് കേൾക്കാം. ലെറ്റ് us sit here and listen to the strings of the music. And this peaceful silence, ഈ ശാന്തത, അതുപോലെ ഈ നൈറ്റിൻ്റെ ക്വയറ്റ്നെസ് ഈസ് an appropriate setting for listening to the music. എന്നിട്ടും ആകാശത്തോട് നോക്കി പറയും, ഒന്ന് നോക്കിയേ, ആകാശത്ത് കുറേ ഗോൾഡൻ ഡിസൈൻസ് വരച്ചേക്കുന്ന പോലെ എന്തൊരു ഭംഗിയിലാണ് സ്റ്റാർസ് നിൽക്കുന്നത്. ഓരോ സ്റ്റാർസിലും, അതായത് ഓരോ ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റാറിൽ നിന്ന് പോലും മ്യൂസിക് വരുന്ന ഒരു പ്രതീതി എനിക്ക് തോന്നുന്നുണ്ട്. അത് ഏഞ്ചലിൻ്റെ സോങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ആ സോങ് ഈ സ്കൈ മൊത്തം ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബ്രൈറ്റ് ഐഡ് ഏഞ്ചൽസാണ് ഈ ഒരു മ്യൂസിക് പുറപ്പെടുവിക്കുന്നത് എന്നാണ് ലോറൻസോ പറയുന്നത്. അതേപോലത്തെ ഒരു മ്യൂസിക്കൽ ഹാർമണി ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആത്മാവിനുമുണ്ട്. ആത്മാവ് അനശ്വരമാണ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആത്മാവിന് മ്യൂസിക് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഒരു ഹാർഡ് ബോഡി, ഫ്ലഷ്,
ആ ആത്മാവിനെ മൂടി ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരിക്കലും ആത്മാവിൻ്റെ ആ ഒരു മ്യൂസിക്കൽ ഹാർമണി എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയാണ് ലോറൻസോ വ്യാഖ്യാനിക്കുന്നത്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മ്യൂസീഷ്യൻസിൻ്റെ എൻട്രി. റൈറ്റ്? ആ മ്യൂസീഷ്യൻസിനെ കാണുമ്പോൾ ലോറൻസോ പറയാണ്, ഓ വരൂ, ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടും, എന്നിട്ട് മൂൺ ഗോഡസായ ഡയാനയെ ഉണർത്തു. ആൻഡ് he also adds that the music should be so sweet that it should carry on to the ears of Portia, who is at a distance. And ഈ മ്യൂസിക് അവരെ ഗൈഡ് ചെയ്യണം കൊട്ടാരത്തിലോട്ട് എത്താൻ. ആ മ്യൂസിക്കിൽ മയങ്ങി കൊട്ടാരം വരെ അവരെ എത്തിച്ചേരണം. അത്രയും മനോഹരമായ ഒരു പാട്ട് പാടൂ എന്നാണ് ലോറൻസോ മ്യൂസീഷ്യൻസിനോട് പറയുന്നത്. ഇതൊക്കെ കേട്ടിരിക്കുന്ന ജെസിക്ക പറയും, എനിക്ക് ഒരിക്കലും മ്യൂസിക് കേട്ടിട്ട് സന്തോഷം വന്നിട്ടേയില്ല. അപ്പോൾ ലോറൻസോ പറയും, അതെന്തുകൊണ്ടാണെന്നറിയോ, നിൻ്റെ സെൻസസ് അതിൽ എന്താ പറയുക അറ്റൻഷൻ കൊടുക്കുന്നില്ല. മ്യൂസിക്കിന് നിൻ്റെ സെൻസസ് അറ്റൻറ്റീവായിട്ട് ഒരു ലിസ്ണിങ് കൊടുക്കുന്നില്ല. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാണ്. നീ കണ്ടിട്ടുണ്ടാവും ഈ മിസ്ചീവിയസ് ആയിട്ടുള്ള യങ് ഹോഴ്സസ് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്യും, ഉറക്ക ഓടിയിടും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. ആ സമയത്ത് അവർ ഭയങ്കര യങ് ആണ്, ഭയങ്കര ഫുൾ ഓഫ് സ്പിരിറ്റാണ്. റൈറ്റ്? പക്ഷേ the moment they get to hear a music, or the moment some music fall in their ears or fall on their ears, what happens? They start giving concentration. They start giving attention to that music. അതോടുകൂടി അത്രയും നേരം ഭയങ്കര വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ആ ഒരു യങ് ഹോഴ്സസ് എന്ത് ചെയ്യും? സ്റ്റാൻഡ് സ്റ്റില്ലാവും. അവരുടെ കണ്ണുകൾ പോയിട്ടാവും. ആ ഒരു മ്യൂസിക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഒവിഡ് എന്ന് പറയുന്ന മ്യൂസീഷ്യൻ പറഞ്ഞിരുന്നത്, ഓർഫിയസ് എന്ന് പറയുന്ന മ്യൂസീഷ്യന് പവർ ഉണ്ടായിരുന്നു. എന്തിൻ്റെ? ടു മൂവ് ദ ട്രീസ്, സ്റ്റോൺസ് ആൻഡ് റിവേഴ്സ് വിത്ത് ഹിസ് മ്യൂസിക്. റൈറ്റ്? സോ nothing is so material or so fierce that music will not change. ഈ ഭൂമിയിൽ കഠോരമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ മ്യൂസിക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കും. മ്യൂസിക്കിന് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫിയർഫുൾ ആയിട്ടുള്ള സാധനം ഈ ലോകത്തില്ല എന്നാണ് ലോറൻസോ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ലോറൻസോ പറയാൻ, മ്യൂസിക് ഇഷ്ടമില്ലാത്ത ഒരു ആൾക്ക് ജീവിച്ചിരിക്കാനുള്ള അവകാശം തന്നെ ഇല്ല. കാരണം അങ്ങനെയുള്ള ഒരാൾ വിൽ ബി ഫിൽഡ് വിത്ത് ട്രെച്ചറി, ദാറ്റ് മീൻസ് ചതി, ഡിസോണസ്റ്റി, അങ്ങനത്തെ ബാഡ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിലത്തെ സോൾ ബ്ലാക്ക് ആയിരിക്കും. അവരുടെ ഉള്ളിൽ എപ്പോഴും ഡാർക്ക്നെസ് ആയിരിക്കും, നെഗറ്റിവിറ്റി ആയിരിക്കും. അങ്ങനത്തെ ഒരാളെ നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ജെസിക്ക, നീ കംപ്ലീറ്റ് ആയിട്ട് ആ മ്യൂസിക്കിനെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്ക് എന്നുള്ളൊരു സജഷനാണ് ഇവിടെ ലോറൻസോ ജെസിക്കയ്ക്ക് കൊടുക്കുന്നത്. റൈറ്റ്? അങ്ങനെ അവർ മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൂ ഈസ് എൻറ്ററിങ്? എൻ്റർ പോർഷ്യ ആൻഡ് നെറീസ. സോ പോർഷ്യ ആൻഡ് നെറീസ ഇങ്ങനെ കൊട്ടാരത്തിനടുത്തോട്ട് നടന്നു വരുമ്പോൾ പോർഷ്യ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ബേൺ ചെയ്യുന്ന ലൈറ്റ് കാണും. അപ്പോൾ പോർഷ്യ പറയാണ്, നോക്കൂ, എൻ്റെ ഹാളിൽ ആ ഒരു ലൈറ്റ് ബേൺ ചെയ്യുന്നത് ഇപ്പോൾ എന്ത് ക്ലിയർ ആയിട്ട് കാണുന്നു. ഹൗ ഫാർ ദി ലൈറ്റ് ഫ്രം ദി ലിറ്റിൽ ക്യാൻഡിൽ ക്യാൻ ട്രാവൽ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വലി ഫാർ റീച്ചിങ് ഇൻഫ്ലുവൻസ് ഓഫ് ഗുഡ് ഡീഡ് ഇൻ ദിസ് സിൻഫുൾ വേൾഡ്. ദാറ്റ് മീൻസ് ആ ഒരു ചെറിയ ക്യാൻഡിലിൽ നിന്ന് വരുന്ന പ്രകാശം എത്ര ഭംഗിയായിട്ടാണ് ഇവിടം വരെ ട്രാവൽ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ, ഗുഡ് ഡീഡ് ചെയ്താൽ, അത് എത്ര സിൻഫുൾ ആയിട്ടുള്ളൊരു വേൾഡ് ആണെങ്കിലും ആ ഗുഡ് ഡീഡ് അതിനകത്ത് പ്രകാശമാനായിട്ട് കാണപ്പെടും. അപ്പം നെറീസ പറയാണ്, ബട്ട് മൂൺ നന്നായി ഷൈൻ ചെയ്യുന്ന സമയത്ത് ഈ
ഒരു ക്യാൻഡിലിൻ്റെ ലൈറ്റ് ഇത്രയും ഭംഗിയിൽ ദൂരെ വരെ എത്താറില്ലല്ലോ എന്ന് ചോദിക്കും. സോ പോഷ്യ പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്. കാരണം ഗ്രേറ്റ് തിങ്സ് ഓവർ ഷാഡോ സ്മോൾ തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ഓവർ ഷാഡോ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു കൊട്ടാരം, ഒരു രാജാവ് സ്ഥലത്തില്ലാത്തപ്പോൾ ഒരു കാര്യസ്ഥനെ ഏൽപ്പിച്ച് പോകുമ്പോൾ ആ രാജാവിൻ്റെ അനുപസ്ഥിതിയിൽ ആ കാര്യസ്ഥൻ അവിടുത്തെ രാജാവായിട്ട് ബിഹേവ് ചെയ്യും, ആ ഒരു ഗ്ലോറിയിൽ ജീവിക്കും. പക്ഷെ ഒറിജിനൽ രാജാവ് തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്താവും? ഈ ഒരു കാര്യസ്ഥൻ്റെ എല്ലാ ഗ്ലോറിയും വാനിഷാവും. ചെറിയ ചെറിയ അരുവികൾ, ചെറിയ ചെറിയ സ്ട്രീംസ് വലിയൊരു സമുദ്രത്തിൽ പോയി കൂട്ടിമുട്ടുമ്പോൾ അവരുടെ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാവും. അതേപോലെ എന്നുള്ളൊരു എക്സാമ്പിളാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് മ്യൂസിക് കേൾക്കുന്നത്. കൊട്ടാരത്തിൻ്റെ അടുത്ത് വരുമ്പോഴും മ്യൂസിക് അടുത്തടുത്ത് വരും. അപ്പം ഓ ഗോഡ്, ഐ ക്യാൻ ഹിയർ എ മ്യൂസിക് എന്ന് പറയും. ആര്? പോഷ്യ. അപ്പോൾ നെറീസ് പറയും, ഇത് നിങ്ങളുടെ മ്യൂസീഷ്യൻസ് തന്നെയാണ് വായിക്കുന്നത്. ആൻഡ് നെറീസ പറയും, സൈലൻസ് മേക്സ് ഇറ്റ് സോ സ്വീറ്റ് മാഡം. എത്ര ഭംഗിയിലാണ് ആ മ്യൂസിക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്, കാരണം ചുറ്റും സൈലൻസാണ്. ഇത് എന്തിൻ്റെ മറുപടിയായിട്ടാണ് പറയുന്നത്? പോഷ്യയുടെ ഒരു ഡയലോഗ്. പോഷ്യ പറയാണ്, നത്തിങ് ഈസ് ഗുഡ് except when it is felt in certain conditions or in comparison to something else. ചില സാധനങ്ങൾ ചില സമയത്താണ് വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. For music sounds so much sweeter when it is silence around. ഇത്രയും സ്വീറ്റായിട്ട് ഒരിക്കലും ഡെയിലായിട്ട് നമുക്ക് മ്യൂസിക് തോന്നാറില്ല. അതിന് മറുപടിയായിട്ടാണ് നെറീസ പറയുന്നത്, ശരിയാണ്, സൈലൻസ് ആണ് ഈ മ്യൂസിക്കിനെ ഇത്രയും കൂടുതൽ സ്വീറ്റ് ആക്കുന്നത്. അപ്പോൾ പോഷ്യ വീണ്ടും എക്സാമ്പിൾസ് പറയാണ്. നോക്കൂ, ക്രോ, ഒരു കാക്ക, ക്യാൻ സിങ് ആസ് സ്വീറ്റ്ലി ആസ് ലാർക്ക് വെൻ ദേ ബോത്ത് ആർ നോട്ട് ടുഗെദർ. റൈറ്റ്? കാക്ക മാത്രമാണ് സൗണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കാക്കയുടെ സൗണ്ടിനെ ഇങ്ങനെ ശ്രദ്ധിക്കും. കാക്കയുടെ ഒപ്പം തന്നെ വേറെ ഭംഗിയിൽ പാടുന്ന ഒരു ബേർഡാണെങ്കിൽ നമ്മൾ ആ ഭംഗിയിൽ പാടുന്ന ബേർഡിനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. സോ ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കും. റൈറ്റ്? നൈറ്റിംഗേൽ, who is supposed to sing only during the night time, if she comes during the daytime and starts singing in the daylight with all the other birds which make noises, different kind of voices, is there anybody who is going to notice the nightingale's voice or song? No. നൈറ്റിംഗേലിൻ്റെ മ്യൂസിക് എപ്പോഴാണ് നമുക്ക് സുഖകരമായിട്ട് തോന്നുന്നത്? നൈറ്റിംഗേൽ മാത്രം പാടുമ്പോൾ. അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും ചില സമയത്ത് ചില സ്ഥാനത്ത് ചില കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും. ആൻഡ് സോ മെനി തിങ്സ് ആർ done at precise time and people are praised for that. ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യുമ്പോൾ ആ ചെയ്ത ആൾക്കാർക്ക് വളരെയധികം പ്രൈസ് കിട്ടും. പക്ഷെ അതേ കാര്യം വേറൊരു സ്ഥലത്തായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പ്രൈസ് അവർക്ക് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് ഇവിടെ ശരിക്കും പറഞ്ഞത്. റൈറ്റ്? But quiet, come musicians, stop playing. The moon is asleep by lover. Endymion and does not wish to be aroused. So പോഷ്യ പറയാണ്, ഒരു മിനിറ്റ്, ഈ ഒരു ഭംഗിയുള്ള രാത്രിയിൽ ഡയാന തൻ്റെ കാമുകനായ എഡിമിയോൻ്റെ അടുത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഈ മ്യൂസിക് പ്ലേ ചെയ്ത് അതിനെ ഉണർത്തരുത്. ലോറൻസോ ആ ശബ്ദം കേൾക്കുമ്പോൾ ലോറൻസോയ്ക്ക് മനസ്സിലാവും പോഷ്യയാണെന്നുള്ളത്. ആ വോയിസ് എൻ്റെ മിസ്ട്രസിൻ്റെ ആണെന്നുള്ളത് ലോറൻസോ മനസ്സിലാക്കുന്നു. റൈറ്റ്? Dear lady, welcome home. We have been praying for your husband's health. Which speed we hope, the better for our words. Are they returned? So, ഈ ഒരു ഡയലോഗ് പറഞ്ഞതിന് മുമ്പ് പോഷ്യ പറയുവാണ്, എൻ്റെ ഒട്ടും തന്നെ മ്യൂസിക്കിലല്ലാത്ത വോയിസ് എവിടെ വെച്ച് കേട്ടാലും ലോറൻസോയ്ക്ക് എന്നെ മനസ്സിലാവും. Just as a blind man who knows the call of the cuckoo.
കണ്ണ് കാണാത്ത ആൾക്ക് കുക്കുവിൻ്റെ സൗണ്ട് മനസ്സിലാവുന്ന പോലെ തന്നെ എവിടെ വെച്ച് കേട്ടാലും എത്ര ദൂരത്ത് വെച്ച് കേട്ടാലും ലോറൻസോവിൻ്റെ വോയിസ് മനസ്സിലാക്കും. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് ലോറൻസോ പോഷ്യനെ വെൽക്കം ചെയ്യുന്നത്. എന്നിട്ട് പോഷ്യ പറയാണ്, ഞങ്ങൾ ഞങ്ങളുടെ ഹസ്ബൻഡ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു, അവരെത്തിയോ എന്ന് ചോദിക്കും. അപ്പോൾ ലോറൻസോ പറയും, നോ മാഡം, വി ഹാവ് നോട്ട് യെറ്റ് റീച്ച്ഡ്, ബട്ട് ഒരു മെസ്സഞ്ചർ വന്നിരുന്നു. ആ മെസ്സഞ്ചർ പറഞ്ഞു അധികം താമസിക്കാതെ തന്നെ താങ്കളുടെ ഹസ്ബൻഡ് എത്തുന്നതായിരിക്കും എന്ന് പറയും. അപ്പോൾ പോഷ്യ പറയും, ഗോയിങ് നെറീസ, ഗിവ് ഇൻ ഓർഡേഴ്സ് ടു മൈ സെർവൻറ്റ്. എന്താണ് ഓർഡർ കൊടുക്കാൻ പറയുന്നത് നെറീസയോട്? നമ്മൾ രണ്ടുപേരും ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ആരും ബസാനിയോടും പറയരുത്, ഗ്രേഷ്യാനിയോടും ബസാനിയോടും പറയരുത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി പോഷ്യ പെട്ടെന്ന് തന്നെ നെറീസേനെ അകത്തോട്ട് വിട്ടിട്ട് ലോറൻസയും ജെസ്സിക്കനെ നോക്കിയിട്ട് പറയും, ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്കും ബാധകമാണ്, നിങ്ങൾ രണ്ടുപേരും പറയരുത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ട്രംപറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ലോറൻസോയ്ക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മാസ്റ്ററായ ബസാനിയോ തിരിച്ചെത്തിയിരുന്നത്. സോ ആ ഒരു ട്രംപറ്റിൻ്റെ സൗണ്ടിൻ്റെ കൂടെ തന്നെ പോഷ്യ പറയാണ്, ദിസ് നൈറ്റ് വി തിങ്സ് ഇസ് ബട്ട് ദ ഡേ ലൈറ്റ് സിക്ക്, ഇറ്റ് ലുക്സ് എ ലിറ്റിൽ പേലർ, ഇറ്റ്സ് എ ഡേ സച്ച് ആസ് ദ ഡേ ഈസ് വെൻ ദ സൺ ഈസ് ഹിഡ്. എന്താ പറയുന്നത്? I think the night is gone and now there is a feeble kind of daylight, just as it is a day when the sun is clouded, the sky is clouded. So പുലർച്ചെ ആവാറായി, the sun is about to rise, but അതിൻ്റെ റേസ് അങ്ങോട്ട് വന്നിട്ടില്ല. So the feeling is like cloudy. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം who enter? Bassanio, Antonio, Graciano and their attendants, they all enter, their followers also enter. So Bassanio parayana, we should hold day with the antipodes if you would walk in absence of the sun. We should have daylight at the same time as people on the opposite side of the world, my Portia, if you moved about in the sun's absence. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നീ പ്രകാശമാകും, റൈറ്റ്? അതുകൊണ്ട് ഇപ്പോൾ പുലർച്ച അല്ലെങ്കിൽ പുലർക്കാല വെട്ടം വീണിട്ടില്ലെങ്കിലും നീ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ബ്രൈറ്റാണ്. പോഷ്യന് മറുപടി പറയാണ്, മേ ഐ ഓൾവേസ് ഗിവ് ഫോർത്ത് ലൈറ്റ് ആൻഡ് യെറ്റ് നെവർ ബിക്കം എ ലൈറ്റ് വൈഫ്. ഇവിടെ ഈ ലൈറ്റ് എന്നുള്ളതിന് ഒരു രണ്ട് യൂസേജാണ്. ലൈറ്റ് വൈഫ് എന്ന് പറയുന്നത് അൺഫെയ്ത്ത്ഫുൾ വൈഫ് എന്നാണ്. സോ ഓക്കെ, ഞാൻ ഭയങ്കര പ്രകാശമായിട്ട് എല്ലാവർക്കും പ്രകാശം കൊടുത്ത് ഞാനൊരു ലൈറ്റ് വൈഫ് ആവാണ്ടിരിക്കട്ടെ എന്നുള്ളൊരു ഡയലോഗാണ് അവിടെ പോഷ്യ പറയുന്നത്. കാരണം എന്താ? ബിക്കോസ് എ ലൈറ്റ് വൈഫ് മേക്സ് എ ഹസ്ബൻഡ് സോറോഫുൾ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ബസാനിയോ വിൽ നെവർ ബി സോറോഫുൾ ഓൺ മൈ അക്കൗണ്ട്. ഒരു അൺഫെയ്ത്ത്ഫുൾ വൈഫ് എപ്പോഴും ഹസ്ബൻഡിന് സങ്കടം കൊടുക്കും. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് എനി പെയിൻ ടു മൈ ബസാനിയോ. സോ ഐ ഹോപ്പ് ഐ വോണ്ട് ബിക്കം എ light wife or an unfaithful wife. But may God arrange all the things. You are welcome home, my Lord. എന്ന് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ വെൽക്കം ചെയ്യുന്നത്. ബസാനിയോന് മറുപടി ആയിട്ട് പറയാണ്, I thank you, madam. Give welcome to my friend. This is the man, this is Antonio, to whom I am so indefinitely bound. So Bassanio is introducing Antonio to Portia, thinking that Portia is seeing Antonio for the first time. But we know that Portia was the one who actually saved Antonio from Shylock. So Portia, being very humble, parayana, sir, you are very welcome to our house. It must appear in other ways than words. Therefore, I scant this breathing courtesy. യു ആർ വെരി വെൽക്കം ടു മൈ ഹൗസ്. പക്ഷേ ഞാനത് വാക്കുകളിലൂടെ അല്ല പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിക്കാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോയിട്ട് താങ്കളുടെ വെൽക്കമിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് കയറാൻ പോകുമ്പോൾ ആൻറ്റോണിയോ പറയാണ്, ബസാനിയോ പോഷ്യ പറയാണ്, I thank you, madam. Please welcome my friend. You should be bound to him in every way in ties of gratitude, for I hear that he undertook a terrible bond on your behalf. പോഷ്യ പറയാണ്,
ഓ, ഇതാണോ താങ്കളുടെ ഫ്രണ്ടായ ആൻറ്റോണിയോ? താങ്കൾക്ക് വേണ്ടി ഇദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോണ്ട് സൈൻ ചെയ്തിരുന്നു എന്ന് ഞാൻ കേൾവിപ്പെട്ടു. ആൻറ്റോണിയോ എന്നെ മറുപടിയായിട്ട് പറയാണ്, ഏയ് അത് അത്രയ്ക്ക് ടെറിബിളായിട്ടുള്ളൊരു ബോണ്ടൊന്നും ആയിരുന്നില്ല. കാരണം ഞാനിപ്പോൾ ഫ്രീ ആണ്. ആ ബോണ്ടിൽ നിന്നും ഞാൻ മുക്തനായിട്ടുണ്ട്. അതുകൊണ്ട് ഐ ആം ഫ്രീ. അപ്പോൾ പോർഷ്യ പറയാണ്, ശരി, ഐ വെൽക്കം യു സർ, ബട്ട് ഞാൻ എൻ്റെ വെൽക്കം വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അകത്ത് കയറി പോകുമ്പോൾ ഒരു സൈഡിൽ നിന്നിട്ട് ഗ്രേഷ്യാനോവും നെറീസയും അതേപൊളി അടിച്ച് പിരിയാറായ വക്കിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രേഷ്യാനോ എന്താ പറയുന്നത്? By yonder moon as where you do me wrong, in faith I gave it to the judge's clerk. Would he were dead that had it? For my part, since you do take it, love so much to heart. What is he saying? എന്താ പറയുന്നത്? ബൈ ദ മൂൺ എബവ്, മുകളിലത്തെ ആകാശത്തിലെ മൂണിൽ ആണിയിട്ട് ഞാൻ സത്യം പറയുന്നു, ഞാനത് കൊടുത്തേക്കുന്നത് ഒരു ജഡ്ജിൻ്റെ ക്ലർക്കിനാണ്. ഇനിയും അയാൾ മരിച്ചു പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നീ ഇത് ഇത്ര സീരിയസ് ആയിട്ട് നിൻ്റെ ഹാർട്ടിൽ എടുക്കരുത്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു യുവർ ഹാർട്ട് ദാറ്റ് ഐ ഹാവ് ഗിവൻ ഇറ്റ് ടു സംബഡി. പോർഷ്യ നോക്കുമ്പോൾ നെറീസയോട് ചോദിക്കുകയാണ്, അത് ശരി, ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ, വൈ ഇറ്റ് ബോത്ത് ആർ ക്വാറലിംഗ് എന്ന് ചോദിക്കും. ഗ്രേഷ്യാനോ പറയും, ഒന്നും പറയണ്ട, ഒരു ചെറിയൊരു കഷ്ണം ഗോൾഡിന് വേണ്ടി, ഒരു ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു റിങ്ങിന് വേണ്ടി ഇവളെന്നോട് വഴക്കുണ്ടാക്കിയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അവരുടെ ഒരു എന്താ പറയുക, ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു സൈൻ എൻഗ്രേവ് ചെയ്യുന്ന പോലെ, ഒരു മോട്ടോ എൻഗ്രേവ് ചെയ്യുന്ന പോലെ ലവ് മീ ആൻഡ് ലീവ് മീ നോട്ട് എന്നുള്ളൊരു വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. അതിനാണ് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. അപ്പം നെറീസ പറയും, നിങ്ങൾ എന്താ ഈ പറയണേ? അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും അത് തന്നെ ആ ഒരു മനസ്സ് തന്നെ ആ സമയത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേന്ന് ചോദിക്കും. നിങ്ങൾ എന്നോട് സ്വെയർ ചെയ്തായിരുന്നു, യു ഹാഡ് സ്വോൺ ഓൺ മീ ദാറ്റ് യു വിൽ നെവർ പാർട്ട് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ റിംഗ്. പക്ഷെ നിങ്ങളത് കളഞ്ഞു. എത്ര നാൾ നിങ്ങൾ ജീവനോടെ ഇരിക്കുമോ അത്രയും കാലം അത് നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. യു ഹാഡ് സെഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ബറീഡ് ഇൻ ദ ഗ്രേവ് വിത്ത് യു. If not for my sake, then at least to give respect to the words that you had said, you should not have given it to somebody else. This is what Nerissa is saying. You see, you gave it to a judge's clerk, and I call God to witness that the clerk to whom you gave that ring will never wear beard. അതായത് താടിയുള്ള ഒരു മനുഷ്യനല്ല നിങ്ങളിത് കൊടുത്തേക്കുന്നത്, നിങ്ങളൊരു പെണ്ണിനാണ് കൊടുത്തേക്കുന്നത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. പെണ്ണുങ്ങൾക്ക് താടി ഉണ്ടാവില്ലല്ലോ. ഗ്രേഷ്യാനോ പറയും, ഇല്ല, ഞാൻ കൊടുത്തേക്കുന്നത് ഒരു മെയിലിനാണ്, ആണിനാണ് ഞാനത് കൊടുത്തേക്കുന്നത്, പെണ്ണിനല്ല. നെറീസ പറയും, അതെ, if a woman lived to be a man, then I would believe what you're saying, right? ഗ്രേഷ്യാനോ പറയും, now I swear by this hand of mine that I gave it to a young fellow, or rather to a boy who was actually of your size, maybe a bit younger than you. He was exactly like you, but he was so talkative that he kept on begging that I should give the ring to him as a reward for his services, which he had actually delivered along with his master, the judge, who had come to save Antonio. ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ പോർഷ്യ പറയാണ്, you were to blame. I must be plain with you. To part so lightly with your wife's first gift, a thing stuck on with cords upon your finger, and so riveted with faith unto your flesh, I gave my love a ring and made him swear never to part with it. And here he stands. I dare be sworn for him he would not leave it. പോർഷ്യ അപ്പോൾ വേണമെന്ന് വെച്ച് പറയാണ്, ഞാൻ ഈ പറയുന്നതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഗ്രേഷ്യാനോ. എനിക്ക് ഇത്ര സ്നേഹത്തോടു കൂടി നിൻ്റെ വൈഫ് തന്നെ ആദ്യത്തെ ഗിഫ്റ്റ് നീ വല്ലവർക്കും കൊടുത്തിട്ട് വന്നേക്കുക. നീ ആ ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കയ്യിൽ ധരിക്കുമ്പോൾ എത്ര പ്രോമിസസ് കൊടുത്തിരുന്നു. ആ പ്രോമിസസ് ഒക്കെ എവിടെ പോയി?
ഞാനും കൊടുത്തിരുന്നു എൻ്റെ ഹസ്ബൻഡിനോട് നിന്ന്. ഞാനും അദ്ദേഹത്തോട് കുറേ പ്രോമിസ് ചെയ്യുകയും അദ്ദേഹം എന്നോട് കുറേ പ്രോമിസ് ചെയ്യുകയും ചെയ്തിരുന്നു. താ നിൽക്കുന്നു, ചോദിച്ചു നോക്ക്. എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ആൾ ഒരിക്കലും ആ ഒരു റിങ് ഒരിക്കലും തൻ്റെ അടുത്തു നിന്ന് പോകാൻ സമ്മതിക്കില്ല. ഹി വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഹിസ് റിങ് on his finger. Now truly, Greciano, you have actually given a heavy cause, a heavy reason for your wife to be sad. ഇതെങ്ങാനും എന്നോടാ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് എന്നോടാ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ആംഗ്രി ആവാൻ പോകുന്നത്. ഐ വിൽ ബി ഫ്യൂറിയസ് അറ്റ് മൈ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ബസാനിയോ ഇത് കേൾക്കും. അപ്പോൾ ബസാനിയോ എൻ്റെ ഈ ഇടത് കൈ അങ്ങ് വെട്ടിപ്പോയി അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു എൻ്റെ കൈ വെട്ടിപ്പോയോണ്ട് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയോണ്ട് ആ റിങ് ലോസ്റ്റ് ആയിരുന്നു. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുക? സിൻസ് ദ റിങ് വാസ് ഓൺ മൈ ലെഫ്റ്റ് ഹാൻഡ്, ഐ റിയലി ഫീൽ ദാറ്റ് മൈ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് ജസ്റ്റ് കട്ട് ഓഫ്. ഗ്രേഷ്യാന്ന് പറയുമ്പോൾ അത് ശരി, എൻ്റെ ലോർഡായ ബസാനിയോ എപ്പോഴേ കൊടുത്തു റിങ്. ആ ജഡ്ജിനാണ് കൊടുത്തത്. ആ ജഡ്ജി അത് ചോദിച്ചു വാങ്ങിച്ചു. പക്ഷെ ചോദിച്ചു വാങ്ങിച്ചെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ജഡ്ജി അത് ശരിക്കും ഏൺ ചെയ്തെടുത്തതാണ്. ദെൻ ആ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലർക്ക് എൻ്റെ പിന്നാലെ കൂടി എൻ്റെ റിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ജഡ്ജിന് ബസാനിയോ റിങ് കൊടുത്തു, ഞാൻ ക്ലർക്കിന് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ റിങ്സ് ഇല്ല. ആ റിങ്സ് മാത്രമാണ് അവർ പേയ്മെൻ്റ് ആയിട്ട് പ്രതീക്ഷിച്ചത്. പോഷി ഇത് കേൾക്കുമ്പം ഒന്നും അറിയാത്ത പോലെ ബസാനിയോട് ചോദിക്കും, ഏത് റിങ്ങാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്? ഐ ഹോപ്പ് ഇറ്റ് വാസ് നോട്ട് ദ റിങ് വിച്ച് ഐ ഗേവ് യു. ഞാൻ നിങ്ങൾക്ക് തന്ന റിങ് അല്ല നിങ്ങളത് കൊടുത്തേക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബസാനിയോ പറഞ്ഞു, നോക്കൂ, എനിക്ക് നുണ പറയുമെങ്കിൽ നുണ പറയാം, പക്ഷെ നീ നോക്ക്, എൻ്റെ കയ്യിൽ റിങ് ഇല്ല, ഞാനത് കൊടുത്തുപോയി, ഇറ്റ് ഈസ് ഗോൺ നൗ. അപ്പോൾ പോഷി പറയും, ഫിംഗറിൽ റിങ് ഇല്ലേ? സോ നിങ്ങളുടെ ഹാർട്ടിൽ എനിക്ക് വേണ്ടിയുള്ള സ്നേഹവുമില്ല. ഞാൻ സത്യം പറയാണ്, ഇനി എന്നെ നിങ്ങൾ എൻ്റെ വൈഫെന്ന് വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ വൈഫല്ല. എനിക്ക് ആ റിങ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ വൈഫാണെന്ന് ഞാനിനി വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെ മാത്രം നിങ്ങളും എന്നെ കണ്ടാൽ മതി. നെറീസ അപ്പോൾ പറയും, അതെ, ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു ബി യുവർ വൈഫ് ടിൽ യു ഗെറ്റ് ദ റിങ് ബാക്ക്. ബസാനിയോ അപ്പം പിന്നാലെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, സ്വീറ്റ് പോഷ്യ, നീ ഒന്ന് അടങ്ങ്. ഞാൻ ആർക്കാണ് ആ ഒരു റിങ് കൊടുത്തേക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇത്രയും ദേഷ്യപ്പെടില്ല. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ആ റിങ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാലും നീ എന്നെ ഫൊർഗീവ് ചെയ്യും. ആ റിങ് കൊടുത്തേക്കുന്നതിന് നീ എന്നെ ഫൊർഗീവ് ചെയ്യും. നീ അറിയണം, ഞാൻ ഒട്ടും മനസ്സോടെ അല്ല ആ റിങ് കൊടുത്തത്. പക്ഷെ ആ റിങ് അല്ലാണ്ട് വേറെ ഒന്നും അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസിന് പകരമായിട്ട്. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കെന്ന് പറഞ്ഞ് ബസാനിയോ പോഷ്യയുടെ പിന്നാലെ പോവും. റൈറ്റ്? അപ്പോൾ പോഷ്യ പറയാണ്, ഇഫ് യു ഹാഡ് പ്രോപ്പർലി റിയലൈസ് ദ സീക്രട്ട് വാല്യൂ ഓഫ് ദ റിങ്, നിനക്ക് ഞാൻ തന്ന റിങ്ങിൻ്റെ വാല്യൂ ശരിക്കും മനസ്സിലായിരുന്നെങ്കിൽ, നിനക്ക് ഞാൻ ആരാണെന്നും എൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്നും നിനക്ക് മനസ്സിലായിരുന്നെങ്കിൽ, നീ ആ റിങ് ഒരു കാരണവശാലും ഒരാൾക്കും കൊടുക്കാൻ പാടില്ലായിരുന്നു. You would have never parted with it if you remembered the duties of you, if you remembered the promises that you had given me. എങ്ങനെ ഒരാൾക്ക് ഇത്ര അൺറീസണബിളായിട്ട് പെരുമാറാൻ പറ്റുക? നിങ്ങൾക്ക് എന്നെപ്പറ്റി ഇത്തിരിയെങ്കിലും ഒരു കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ആ ഒരു റിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയായിരുന്നെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിങ് ആർക്കും കൊടുക്കില്ലായിരുന്നു. അതുപോലെ നിങ്ങൾ ഇത് ചോദിക്കുന്ന ആളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേനെ ആ റിങ് നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നത്. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഒരിക്കലും ആ റിങ് അയാളെ അവർ ചോദിച്ച് വാങ്ങിക്കില്ലായിരുന്നു. ഞാനും നെറീസ പറയുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. നെറീസ പറയുന്നത് ശരിയാണ്. ഐ എം ഓൾസോ വെരി ഷുവർ ദാറ്റ് യു ഹാവ് ഗിവൻ ദ റിങ് ടു സം വുമൻ എന്ന് പോഷിയും പറഞ്ഞു. അപ്പോൾ ബസാനിയോ പറയും, നോ, ഐ സ്വെയർ ബൈ മൈ ഓണർ, ഇല്ല, ഞാൻ അങ്ങനെ ആർക്കും ഒരു പെണ്ണിനും അല്ല അത് കൊടുത്തേക്കുന്നത്. ഐ ഗേവ് ഇറ്റ് ടു എ ഡോക്ടർ ഓഫ് സിവിൽ ലോ. ഞാനൊരു ജഡ്ജിന്, ഒരു വക്കീലിനാണ് അത് കൊടുത്തേക്കുന്നത്. അയാൾക്ക് ഞാൻ
3000 ഡക്കറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. അതിന് പകരം എൻ്റെ റിങ് മതി എന്ന് പറഞ്ഞു. Actually, in the beginning, I refused it, and he actually went away in anger. But then, again, when I thought that he is the person who saved my friend Antonio's life, I thought I will sacrifice my ring. And what could I possibly say to him, sweet lady? He had actually saved my friend. I felt compelled to send it after him. ഞാൻ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഊരിയത് കൊടുത്തയച്ചത്. I was so impelled by feelings of shame and natural prompting of courtesy. My sense of honor could never have submitted to be stained by such ingratitude. അതായത് അവരെന്നോട് ചോദിച്ചിട്ടും ഞാനത് കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിയേനെ. എൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ടിനെ സ്നേഹിച്ച ഒരാൾ ചോദിച്ച ഒരു ചെറിയ റിങ് എനിക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എനിക്കത് വളരെ ഷെയിംഫുള്ളായിട്ട് തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കൂ മൈ സ്വീറ്റ് വൈഫ്. I swear I promise that ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. എന്നിട്ട് അതേ രീതിയിലുള്ള ഒരു റിങ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ നിനക്ക് കൊണ്ടുതരാം. ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് ബീൻ പ്രസൻറ്റ് യു വുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ദ റിങ് ഇൻ ഓർഡർ ടു ഗിവ് ഇറ്റ് ടു ദിസ് വർത്തി ഡോക്ടർ. നീ അവിടെ പ്രസൻറ്റ് ആയിരുന്നെങ്കിൽ നീ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഊരിയിട്ട് ആ റിങ് അയാൾക്ക് കൊടുത്തേനെ. നിനക്കറിയില്ല എന്താ അവിടെ നടന്നതെന്നുള്ളത്, നീ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പോഷ്യയോട് പറയും. അപ്പോൾ പോഷ്യ പറയും, let not that doctor ever come near my house. ആ ഡോക്ടർ ഒരിക്കലും ഈ വീട്ടിലോട്ട് വരരുതെന്ന് നീ പ്രാർത്ഥിച്ചോണം. വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തേക്കുന്ന ഡയമണ്ട് അയാളുടെ കയ്യിലാണ്. ആ ഡയമണ്ട് ആരുടെ കയ്യിലാണോ ഞാൻ അയാളുടെ ഭാര്യയായി മാറും. അതുകൊണ്ട് നീ പ്രോമിസ് ചെയ്തോ, നീ പ്രാർത്ഥിച്ചോ അയാൾ ഈ ഭാഗത്തോട്ട് വരുന്നത്. അത് കേൾക്കുമ്പോൾ നറീസ പറയും, ശരിയാണ്, എനിക്ക് എൻ്റെ റിങ് കൊടുത്തേക്കുന്ന ആളെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആളിന് കൊടുത്തു എന്നല്ലേ, അയാളെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളെ ഇട്ടിട്ട് അയാളുടെ കൂടെ പോകും. കാരണം എൻ്റെ റിങ് അയാളല്ലേ ഇട്ടേക്കുന്നത്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആൻ്റോണിയോ പറയും, ഇത് ഞാൻ കാരണമാണ്. I am the unhappy subject of these quarrels. ഞാൻ കാരണമാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്. അപ്പോൾ പോഷ്യ പറയും, സർ പ്ലീസ് നിങ്ങളിങ്ങനെ പറയരുത്, നിങ്ങൾ നിങ്ങളുടെ ഗസ്റ്റാണ്, നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആവണ്ട. ബസാനിയോ പറയും, പോഷ്യ forgive me for this unavoidable wrong which I have done to you. പോഷ്യയുടെ പിന്നാലെ നടന്ന് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രസൻസിൽ ഞാൻ ഒരു പ്രോമിസ് തരികയാണ്. ഞാൻ നിൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട്, നിൻ്റെ 2 കണ്ണുകളിലോട്ട് നോക്കിയിട്ട് ഞാൻ നിനക്ക് പ്രോമിസ് തരുവാണ്. എൻ്റെ റിഫ്ലക്ഷൻ എനിക്ക് നിൻ്റെ കണ്ണുകളിൽ കാണാം. ഞാനൊരു പ്രോമിസ് തരാം. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോഷ്യ പറയാണ്, മാർക്ക് യു ബട്ട് ദാറ്റ്. നീ എന്തായി പറയണേ? എൻ്റെ കണ്ണുകളിലോട്ട് നോക്കിയിട്ട് നീ എനിക്ക് പ്രോമിസ് തരാമെന്ന്. അതായത് എൻ്റെ കണ്ണിൽ നീ നോക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെ കാണാം 2 എണ്ണം. യു ക്യാൻ സീ ഡബ്ലി ഓഫ് യുവർ സെൽഫ്. അതായത് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ ചീറ്റിംഗ്, റൈറ്റ്? 2 പേരെ കാണുകയെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കാണുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ചീറ്റിംഗ്. സോ കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കേട്ടില്ലേ, ഹീസ് ഗോയിങ് ഓൺ ഓർ ഹീസ് പ്രോമിസിങ് ഓൺ ഫാൾസ് നേച്ചർ. ഞാൻ ഇവൻ പറയുന്നത് അല്ലെങ്കിൽ ഇവൻ എടുക്കുന്ന ഈ പ്രോമിസൊക്കെ ഞാൻ ബിലീവ് ചെയ്യണോ? പറയുന്നത് കേട്ടില്ലേ, എൻ്റെ കണ്ണിൽ 2 പ്രതിബിംബങ്ങളുണ്ട്. ആ 2 പ്രതിബിംബങ്ങളെ സാക്ഷി നിർത്തിയാണ് പറയാൻ പോകുന്നത്. അത് കള്ളത്തിലല്ലേ? ദാറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ്. That is something which is fraud. ബസാനിയോ പറയാണ്, ബട്ട് ഹിയർ മീ പ്ലീസ്, പാർഡൻ മീ, എന്നോട് നീ ക്ഷമിക്ക്. ഞാൻ ഒരിക്കലും ഇനി നിൻ്റെ ഒരു പ്രോമിസും ബ്രേക്ക് ചെയ്യില്ല എന്ന് ഇപ്പം പറയുന്നു. ആൻ്റോണിയോ പറയും, നോക്കൂ, ഐ വൺസ് pledged my body for him, right? And he gave the ring to that person who saved me from that pledge. Otherwise, my body would have perished. ഞാൻ നശിച്ചു പോയിരുന്നു. I dare, however, pledge myself again and make me very soul the forfeit that your husband will never again deliberately break such a promise. ഞാൻ വീണ്ടും എൻ്റെ ഈ ശരീരം ഒരു എന്താ പറയുക, ഒരു പ്രോമിസിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. എന്നെ
നിങ്ങളൊരു സാക്ഷിയായിട്ട് എടുത്തുള്ളൂ. ഇനിയും ഒരിക്കലും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഒരു പ്രോമിസസും ബ്രേക്ക് ചെയ്യില്ല, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയും. അപ്പോൾ പോഷിയ പറയും, then you will become his security, give him this ring and tell him to take better care of it than he did before. ശരി, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളാണ് അവന് സെക്യൂരിറ്റി പറയണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ റിങ് അവന് കൊടുത്തിട്ട് പറയൂ, ഇനി മേലാക്കം ഈ റിങ് കയ്യിൽ നിന്ന് മാറ്റരുത്. ആൻ്റണിയോ ആ റിങ് എടുത്തിട്ട് ബസാനിയോക്ക് കൊടുക്കും. എന്നിട്ട് പറയും, ബസാനിയോ ഈ റിങ് പിടിക്കൂ, ഇനി ഒരിക്കലും ഈ റിങ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറരുത്, പ്രോമിസ് ചെയ്യൂ, പോഷിക്ക് പ്രോമിസ് ചെയ്യും ഈ റിങ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ബസാനിയോ റിങ് നോക്കിയിട്ട് പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് ദ സെയിം റിങ് വിച്ച് ഐ ഗേവ് ടു ദാറ്റ് ലോയർ ഇൻ വെനീസ്. അപ്പോൾ പോഷി പറയും, യെസ്, എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടി. യു ആർ അമേസ്ഡ്, ഇറ്റ് ഈസ് എ ലെറ്റർ ഫോർ യു ടു റീഡ്. ഇത് വായിച്ചു നോക്കൂ, ഇപ്പം എല്ലാം ക്ലിയർ ആവും. I got it from Bellerio in Padua, and from this letter you will learn that Portia എന്ന് പറഞ്ഞു വന്ന ഡോക്ടർ ഓഫ് ലോ ഞാനായിരുന്നു, നെറിസ ആയിരുന്നു ക്ലർക്കായിട്ട് വന്നത്. ലോറൻസോ നിങ്ങൾക്ക് പ്രൂഫ് തരും, നിങ്ങൾ ഇറങ്ങിയതിൻ്റെ പിന്നാലെ ഞാനും നെറീസയും ഇവിടുന്ന് പോയായിരുന്നു. We both were not here till this morning. Before you returned, we just landed. Antonio, you are welcome, and I have a better news for you also. And she opens a letter, and you will find that there are 3 trading ships with valuable cargoes that have unexpectedly arrived in your harbor. So you have not lost all your ships. 3 of your ships have returned back with a lot of profit. And you will never know by what strange chance I came to get this letter. Antonio says, oh, I'm so surprised and I'm so shocked to speak. Basani ചോദിക്കും, were you actually the lawyer? And I didn't recognize you. നീ തന്നെയായിരുന്നു ആ ലോയർ, എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ. റേഷ്യാനെ പറയും, and you were the clerk and I failed to know you. റീസയോട് ചോദിക്കുകയാണ്, നീ ആയിരുന്നു ആ ക്ലർക്ക്, എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ. ആൻ്റണിയോ പറയും, സ്വീറ്റ് ലേഡി, നീ ഭയങ്കര കഴിവുള്ള ഒരാളാണ്. യു ആർ സ്കിൽഡ് ആൻഡ് യുവർ സ്കിൽ ഗേവ് മീ എ ന്യൂ ലൈഫ്. അതിനൊപ്പം തന്നെ എനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം നീ എനിക്ക് തിരിച്ചു തന്നു. ബൈ ഗിവിങ് മീ ദ ന്യൂസ് ദാറ്റ് മൈ ഷിപ്സ് ഹാവ് അറൈവ്ഡ് സേഫ്ലി ഇൻ ദ ഹാർബർ. പോഷ്യ പറയും, നൗ അബൌട്ട് യു ലോറൻസോ, നിനക്കും ഞാനൊരു ഗുഡ് ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. And Nerissa പറയും, yes, I shall not charge him any fee for my services in bringing them. Here I bring you and Jessica from the rich Jew a special legal agreement in which he says that after his death, the entire property belongs to you. So this is the present that we have brought for you. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിലാവും. പോഷ്യ പറയും, ഓൾമോസ്റ്റ് മോർണിംഗ് ആയി. ഐ എം ഷുവർ ദാറ്റ് ഓൾ ദി confusions and doubts are clarified now. Now let's get inside the house, and after that whatever questions you want to ask us, you can ask. We are ready to give replies. Graciano പറയാണ്, let it be so. Well, while I am alive, I shall never be so intent on anything else as I shall be to keep Nerissa's ring in safety. ഞാൻ ജീവനുള്ളത്തോളം കാലം ഇനി ഒരിക്കലും നെറീസയുടെ ഈ ഒരു റിങ് എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. സോ ദി എൻറ്റയർ ഡ്രാമ കംസ് ടു എ ഹാപ്പി എൻഡിങ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മെർച്ചൻ്റ് ഓഫ് വെനീസിൻ്റെ എല്ലാ ആക്ട്സും കംപ്ലീറ്റ് ചെയ്യുവാണ്. I hope that whatever I have explained has been of help to all of you. Please listen to all the audios and videos carefully and answer your questions. Very soon I'll be coming with the question paper discussion on both literature and language. I hope that also will be helpful to you. Okay, so see you soon. All the best. Study well, prepare well for your examination. Bye.